കോവിഡ് പോലെ തന്നെ ചൈനീസ് വൈറസിൻ്റെ അപകടം ഏതാണ്ട് ഒഴിവായി. ഇപ്പം നമ്മൾ ഏതാണ്ട് ആശ്വസിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയല്ലേ? എന്താ പറഞ്ഞേ എന്തുപോലെ? COVID-19 അതിനൊരു വൈറസ് ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അതെ. പക്ഷേ സിനു ഞെട്ടരുത്, ജലദോഷം പനിയൊന്നും ഇല്ലല്ലോ. ഇല്ല. കോവിഡ് കേരളത്തിലുണ്ട്. 2024 കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ചത് 77 പേരാണ്. 2024 അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ വർഷം മരിച്ചത് കേരളത്തിലാണ്. അങ്ങനെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുണ്ട്, ഡിസംബർ 6 വരെ 66 പേര് മരിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക്. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ അത് ഡിസംബർ 31 വരെയുള്ള കണക്ക് പറഞ്ഞു. അപ്പോൾ 77 പേരായി. 77 പേർ 2024 ഇപ്പോൾ കഴിഞ്ഞു പോയ വർഷം കോവിഡ് ബാധിച്ച് മരിച്ചു. ഞെട്ടേണ്ടതല്ലേ? തീർച്ചയായും. പക്ഷേ ഇപ്പോൾ 77 എന്ന് പറയുന്ന കണക്ക് കൃത്യമായിരിക്കണം എന്നുണ്ടോ? കാരണം ഇപ്പോൾ RT-PCR ടെസ്റ്റ് ഒന്നും ഒരിടത്ത് നടന്നില്ല. അപ്പോൾ ചില അസുഖങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, അങ്ങനെ ശ്വാസ തടസ്സം, ഇത്തരം രോഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ചില ആശുപത്രികളിൽ RT-PCR ചെയ്യുന്നുണ്ട്. കോവിഡ് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്, ആളുകൾ മരിക്കുന്നുമുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല. ഇതാണ് സത്യം. 77 പേര് മരിച്ചത് അവരെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്, റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലേ? അതെ. റിപ്പോർട്ട് ചെയ്യാതെ എത്ര പേരുണ്ടാവും? ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. കോവിഡ് നമുക്കിടയിൽ ഇപ്പോഴും വ്യാപകമായിട്ടുണ്ട്. അത് ചില ആളുകളെ ഗുരുതരമായി ബാധിക്കുന്നു. അപ്പോൾ ആരോഗ്യവകുപ്പിലെ ആളുകൾ പറയുന്നത് കേരളത്തിൽ ഈ മരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. അതിന് കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ താരതമ്യേന ആളുകളുടെ പ്രായം കൂടിയ ആളുകളെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രമേഹം, കിഡ്നി രോഗം, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ അസുഖങ്ങളുള്ളവരെ, അതായത് കോവിഡ് കൊണ്ട് മാത്രമല്ല, കോവിഡ് വന്നതുകൊണ്ടുണ്ടാവുന്ന പാർശ്വഫലങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്ന മരണം എന്നൊക്കെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വിശദീകരണം. ഏതായാലും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണം 77 ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു 5 മടങ്ങെങ്കിലും ആളുകൾ റിപ്പോർട്ട് ചെയ്യാതെ മരിച്ചിട്ടുണ്ടാവും. പനി വന്ന് മരിച്ചു, എന്താണെന്നറിയില്ല, പനി വന്നു, പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുന്നു. കോവിഡ് ആണോ ഇല്ലയോ എന്നുള്ള സംശയം പോലും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമൊന്നുമില്ല. ഇപ്പോൾ കർണാടകയാണ് 2ാം സ്ഥാനത്ത്. കർണാടകയിൽ ഇപ്പോൾ ഡിസംബർ 31 വരെ ഉണ്ടായിരിക്കുന്നത് 76 മരണമാണ്. 7252 കേസുകളാണ് കർണാടകയിൽ കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 35 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5658 പേർക്ക് കോവിഡ് ബാധിച്ചു എന്നാണ് അറിയുന്നത്. 5658 എന്ന് പറയുന്നത് കൃത്യമല്ല, കാരണം 5658 പേരാണ് RT-PCR ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് 5658 പേരെ തിരിച്ചറിഞ്ഞു. പക്ഷേ ടെസ്റ്റ് ചെയ്യാത്ത എത്രയോ ആളുകൾക്കുണ്ടാവും. അപ്പോൾ കോവിഡ് നമുക്കിടയിൽ ഇപ്പോൾ ഒരു നിശബ്ദ കൊലയാളിയായിട്ട് ഇപ്പോഴും ഉണ്ട്. കോവിഡ് കഴിഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്നറിയോ? നമ്മളൊന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും കോവിഡിൻ്റെ ആ മഹാമാരി അതിൻ്റെ തീഷ്ണതയിൽ നിന്നപ്പോൾ ആ ടേമുണ്ടല്ലോ, ലോകം മുഴുവൻ അടച്ചുപൂട്ടിയിരുന്ന കാലാവസ്ഥ, ആ അവസ്ഥ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മൊത്തത്തിലൊരു ഡെത്ത് ടോൾ, മരണനിരക്ക് എടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനം കേരളം അല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 99,139 99,139 ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഞാൻ ഔദ്യോഗിക കണക്കെന്നുള്ള അടിവരയിട്ട് പറയും, ഔദ്യോഗിക കണക്ക്. കേരളത്തിൽ മരിച്ചത് 69,095 മരണം. കേരളത്തിലെ മരണത്തിൻ്റെ കണക്കിൻ്റെ കാര്യം അറിയാമല്ലോ. മരണനിരക്ക് കുറച്ച് വെച്ചു, പൂഴ്ത്തി വെച്ചു. ഇന്ത്യയിലാണ് ഏറ്റവും കുറവ്. ഇന്ത്യ നമ്പർ 1 ആണ്. ഇന്ത്യ കോവിഡിനെ ചവിട്ടിക്കൂട്ടി അറബിക്കടലിൽ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേരളം കണ്ടു പഠിക്കൂ, കേരളം വേണമെങ്കിൽ സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തള്ളായിരുന്നു. അമേരിക്കക്കാർ വരെ നമ്മുടെ ടീച്ചർ അമ്മയെ വിളിച്ചിട്ട് എങ്ങനെ നിങ്ങൾ കോവിഡിനെ തോൽപ്പിച്ചു എന്നൊക്കെ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് മരണമൊക്കെ പതുക്കി വെച്ച് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേന്ദ്രം ഒരു പണി കൊടുത്തത്. കോവിഡ് മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനിച്ചു. അപ്പോഴേക്കുടനെ ഞങ്ങൾക്ക് ഇത്രയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കണക്കുമായിട്ട് വന്നു. എന്തൊക്കെ പ്രഹസനങ്ങൾ, എന്തൊക്കെ കള്ളത്തരങ്ങൾ, എന്തൊക്കെ തട്ടിപ്പുകളാണ് കേരളം നടത്തിയത്. തട്ടിപ്പുകൾ പറയുമ്പോൾ അവർക്കൊന്ന് മാസ്ക് വാങ്ങിയതിൽ, ഗ്ലൗസ് വാങ്ങിയതിൽ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നു, അല്ലേ? ഇതൊന്നും കേരളത്തിനൊരു പ്രശ്നമേ അല്ല. എന്നിട്ട് കേരളം ഏറ്റവും ഭംഗിയായി ഇതിനെ മാനേജ് ചെയ്തു. അപ്പോൾ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഞങ്ങൾ വരുന്നു, ആശുപത്രി സജ്ജം, അത് മാങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് അവസാനം ആശുപത്രി കിടക്കാൻ സ്ഥലമില്ല, ആകെ കുളമായി. ഈ തള്ളുകൊണ്ട്, PR വർക്ക് കൊണ്ട് ഒരു രോഗത്തെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരു കലാമറ്റിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അപഹാസ്യരായി
ബോധ്യപ്പെടുത്തിയ ഒന്നായിരുന്നു കോവിഡ് നേരിടൽ. പിന്നെ അത് ഈ പെരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മറയിൽ സമസ്ത മേഖലകളിലും തീവെട്ടിക്കൊള്ളയും നടന്നു കിട്ടിയ അവസരത്തിൽ. അപ്പോൾ അതിൻ്റെ കണക്ക് പച്ചക്കറി കച്ചവടക്കാരൻ മാസ്ക് ഒക്കെ വിതരണം ചെയ്തു. അതിൻ്റെ പേരിൽ എത്ര കോടി രൂപ, 50 പൈസ വിലയുള്ള മാസ്ക് 50 രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കണക്കുകളാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമുക്ക് പരമാവധി പണം ഉണ്ടാക്കാനുള്ള അവസരമായി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെ കണ്ടതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമായിരുന്നു കോവിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ 1ാം സ്ഥാനം മഹാരാഷ്ട്ര 99,139 പേര്, കേരളത്തിൽ 69,095 പേര് 2ാം സ്ഥാനമാണ്. പക്ഷേ 2ാം സ്ഥാനമാണോ കേരളത്തിൽ? 1ാം സ്ഥാനമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. മഹാരാഷ്ട്ര എത്ര വലിയ സ്റ്റേറ്റാണ്, കേരളത്തിൻ്റെ എത്ര ഇരട്ടി ജനസംഖ്യയുണ്ട്? അങ്ങനത്തെ കേരളത്തിൻ്റെ 3-4 ഇരട്ടി ജനസംഖ്യയുള്ള മഹാരാഷ്ട്രയിൽ 99,000 പേര് മരിച്ചപ്പോൾ കേവലം 4 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ 69,000 പേര് മരിച്ചതല്ലേ അതിനേക്കാളും വലുത്? അതായത് നോക്കുമ്പോൾ അങ്ങനെയാണ് കേരളത്തിലാണ് വലിയ മരണസംഖ്യ കേരളത്തിലാണ്. നമ്മൾ ഈ ജനസംഖ്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്കോളം ജനസംഖ്യ കൂടിയ രാജ്യമാണ് ചൈന എന്ന് പറയും. പക്ഷേ ഇന്ത്യയുടെയും ചൈനയുടെയും ഭൂവിസ്തൃതി നോക്കണം. ഇന്ത്യയുടെ 2-3 ഇരട്ടി ഉണ്ട് ചൈന, അല്ലേ? അതെ. അപ്പം ഈ 2-3 ഇരട്ടി ഭൂമിയുള്ള ചൈനയിൽ ഇന്ത്യയുടെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ജനസംഖ്യ ഉണ്ടായാലും അവർക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ പോലൊരു ചെറിയ രാജ്യത്ത് 140 കോടി എന്ന് പറയുമ്പോഴാണ് അത് കൂടുതൽ 1ാം സ്ഥാനമായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഭൂവിസ്തൃതിയുമായിട്ട് താരതമ്യം ചെയ്യണം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ശരിയാണ് 1ാം സ്ഥാനമാണ്. അങ്ങനെ പറയുമ്പോൾ മഹാരാഷ്ട്രയെക്കാളും ഇനി മഹാരാഷ്ട്രയൊക്കെ ഇവർ പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായതുകൊണ്ട് അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സൗകര്യങ്ങളാണല്ലോ. അവിടെ ഈ 8-10 കോടി ആളുകൾക്കിടയിൽ 99,000 പേരെ മരിച്ചുള്ളൂ. അവസാനം എല്ലാ സൗകര്യങ്ങളുള്ള നമ്പർ 1 കേരളത്തിൽ 69,000 പേര് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കോ അപ്പോഴും നമ്മൾ പറയലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് നമ്മൾ അഴിമതിയിൽ, PR-ൽ ഒക്കെ നമ്മൾ 1ാം സ്ഥാനത്തായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ആളുകളുടെ ഈ കോവിഡിൻ്റെ ഒരു ദുരന്തത്തെ നമ്മൾ മറികടന്നു. സർക്കാരിൻ്റെ സഹായം ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ അക്കാര്യത്തിൽ എനിക്കറിയാം ആളുകളുടെ മുഴുവൻ വരുമാനമൊക്കെ നിലച്ചിരിക്കുന്ന സമയം, ഒരു മാർഗ്ഗമില്ല. 1 രൂപയുടെ വരുമാനം എത്രയോ കമ്പനികൾ അല്ലേ അടച്ചുപൂട്ടപ്പെട്ടു. മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ക്രൈസിസിലായിരുന്നു. ആ ക്രൈസിസിലായിരുന്ന സമയത്ത് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ അരി വാങ്ങാൻ നിവർത്തിയില്ലായിരുന്നപ്പോൾ സർക്കാർ കൊടുത്ത കിറ്റുകൾ സഹായിച്ചിട്ടുണ്ട്, ഒരു തർക്കമില്ലാത്ത. അതിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി മുതലെടുപ്പാണോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഘട്ടത്തിൽ സർക്കാരുകൾ അങ്ങനെയാണ് സഹായിക്കേണ്ടത്. അത് പിണറായി വിജയൻ സർക്കാരും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലും അഴിമതിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമതൊരു ടൈം കൂടി അവിടെ ഭരണത്തിൽ വരാനും കഴിഞ്ഞു. പക്ഷേ കോവിഡിൻ്റെ കാലത്ത് കേരളം നന്നായി നോക്കിയിട്ടുണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കിയിട്ടുണ്ട്. സൗജന്യ റേഷൻ, സൗജന്യ ആനുകൂല്യങ്ങൾ. എനിക്കറിയാം തമിഴ്നാട്ടിലെ ഒരു ജില്ലയിൽ ഞാൻ കോവിഡ് കാലത്ത് ഇടയ്ക്കൊന്ന് ലോക്ക്ഡൗൺ മാറ്റിയപ്പോൾ ഞാൻ പോയിരുന്നു. അവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ സിദ്ധ മരുന്നുണ്ടല്ലോ, സിദ്ധ ഇത് പ്രകാരമുള്ള മരുന്ന്, അതിൻ്റെ പേരെനിക്കറിയാമായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞായറാഴ്ച റേഷൻ കട പ്രവർത്തിക്കുന്നു. എന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത് ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു. എവിടുന്നാണെന്നറിയോ? റേഷൻ കട വഴികൾ കൊടുക്കുന്നു. റേഷൻ കടയിൽ പോയാൽ റേഷൻ കാർഡ് കാണിച്ചാൽ 1000 രൂപ കിട്ടുമായിരുന്നു. ഇത്തരം സ്കീമുകൾ തമിഴ്നാട്ടിൽ നടപ്പാക്കി. തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുടെ ഒരു ചിത്രം വന്നിരുന്നത്, ഒരു ഡോക്ടറായിരുന്ന അദ്ദേഹം ഈ കോവിഡ് കാലത്ത് ഈ താഴെ ജനങ്ങളുടെ കൂടെ തറയിലിരുന്ന് ഒരു വട്ടയിലക്കകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രമൊക്കെ വന്നിരുന്നു. ഡോക്ടർ കൂടി ആയിരുന്നതുകൊണ്ട് വളരെ ഫലപ്രദമായി തമിഴ്നാട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അതിനെ നന്നായി പ്രതിരോധിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ഇൻറ്റൻസീവായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയിലെ മരണനിരക്ക് കുറഞ്ഞത്. പിന്നെ ഒരുപാട് കള്ളക്കഥകളുണ്ടായല്ലോ, ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി, അവസാനം ഓക്സിജൻ വണ്ടിയൊക്കെ വന്നപ്പോൾ ഡൽഹിയിൽ അതും എടുക്കാൻ ആളില്ലായിരുന്നു. ഗംഗയിലൂടെ ഒഴുകുന്ന ശവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തോരം തള്ളായിരുന്നു. ഈ സർക്കാരിനെ ഡിഫൈം ചെയ്യാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് കോവിഡിനേക്കാളും വലിയ ദുരന്തം സൃഷ്ടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരനുഭവം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും കോവിഡൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ എന്തും പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന അനായാസം ഒരു ആശങ്കയുമില്ലാതിരിക്കുന്ന കാലമൊന്നുമല്ല. കോവിഡ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ബാധിക്കാത്തതിൻ്റെ കാരണം നമ്മളെടുത്ത വാക്സിനേഷൻ കൊണ്ട് തന്നെയാണ്. വാക്സിനേഷൻ്റെ പേരിൽ കുറേ ഫേക്കായിട്ടുള്ള കുറേ പ്രചാരണമൊക്കെ നടത്തിയിട്ട് അതും സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമൊക്കെ നടന്നെങ്കിലും ഇപ്പോഴും കോവിഡ് ഉണ്ടായിട്ടും കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്കിൽ 77 പേരുടെ ജീവനെ പോയുള്ളൂ എന്നുള്ളത് നമ്മൾ വാക്സിനേറ്റഡ് ആയതിൻ്റെ മെച്ചം തന്നെയാണ്. പിന്നെ എല്ലാ വാക്സിനുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. പോളിയോ വാക്സിൻ കൊടുക്കുന്നില്ലേ? പോളിയോ വാക്സിൻ കഴിച്ച ചിലർക്ക് പ്രശ്നം ഉണ്ടായിട്ട്, ചില കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്ന ഗോവസുരി പ്രയോഗത്തിലൂടെയാണല്ലോ ആദ്യത്തെ
വാക്സിനേഷൻ എഡ്വേർഡ് ജെന്നർ ആരംഭിക്കുന്നത്. ആ വാക്സിനേഷനുകൾ അപ്പോൾ വസൂരിക്കെതിരെ ഉൾപ്പെടെയുള്ള വിവിധ മെനിഞ്ചൈറ്റസിനെതിരെ, ഇങ്ങനെ ഡിഫ്തീരിയ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. ഈ വാക്സിനേഷനിലൂടെയാണ് മനുഷ്യരാശി നശിച്ചു പോകാതെ നിലനിൽക്കുന്നത്. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് മരണനിരക്ക് കുറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ, കോവിഡ് പോയിട്ടൊന്നുമില്ല. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 77 പേര് കഴിഞ്ഞ വർഷം മരിച്ചിട്ടുണ്ട്. അപ്പം മരണദൂതനായി കോവിഡ് വൈറസ് നമ്മുടെ ഇടയിലുണ്ട്. ജാഗ്രത. പണ്ടൊക്കെ എല്ലായിടത്തും കൈകഴുകും, സാനിറ്റൈസർ ഉപയോഗിക്കും, കൈകഴുകും. ഇപ്പോൾ അതൊക്കെ മാറി. മലയാളി പഴയ പോലെ കൈകഴുകലും ഇല്ല, സാനിറ്റൈസർ ഉപയോഗിക്കലും ഇല്ല, ഒന്നുമില്ല, മാസ്കും വെക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെയൊക്കെ ഞാനിപ്പോൾ മാസ്ക് വെക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ മാസ്ക് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. കാരണം നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ കാലം നമ്മൾ മാസ്ക് വെക്കുമായിരുന്നു. മാസ്ക് വെക്കുന്ന സമയത്ത് നമുക്കൊരു ജലദോഷം പോലും ഒരു പനിയോ ജലദോഷം ഒന്നും വരില്ല. നമ്മൾ ഇതൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഴ്ച ഒരു തവണയെങ്കിലും ജലദോഷം വരുന്നത്, ഡസ്റ്റ് അലർജി, ഇതൊക്കെ ഒഴിവാക്കാൻ മാസ്ക് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയാൽ ജപ്പാനിലെ മുഴുവൻ വരും മാസ്ക് വെച്ചിരിക്കും. മാസ്ക് വെക്കാത്ത ഒരാളെ കണ്ട അവർ സംശയത്തോടെ ഇപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ മാസ്ക് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോവിഡ് നമുക്കിടയിലുണ്ട്. സർക്കാർ തന്നെ പറയുന്നു 70, കേന്ദ്രം 66 എന്ന് പറഞ്ഞപ്പോൾ 66 അല്ല കേന്ദ്രമേ, അത് ഡിസംബർ 6 വരെയാണ്. ഡിസംബർ 31 ആയപ്പോൾ 11 പേരൂടെ മരിച്ചിട്ടുണ്ട്. 77 ഉണ്ടെന്ന് പറയുന്നു. 77 നിങ്ങൾ വിശ്വസിക്കേണ്ട. 77 അറിഞ്ഞ കേസുകളാണ്. 5000 ശിഷ്ടം പേർക്ക് കോവിഡ് ബാധിച്ചു എന്ന് പറയുന്നതും നിസ്സാരമായി കണക്കാക്കേണ്ട. അത് സർക്കാരിൻ്റെ കണക്ക് മാത്രമാണ്. RT-PCR എടുത്ത കണക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് കോവിഡ് ബാധിതനായിരിക്കാം. കരുതലോടെ ഇരിക്കുക. നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ, മറ്റേ സിറോസിസ് ഉണ്ടെങ്കിൽ, ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാരകമായി ഇനിയും മാറിയേക്കാം. ജാഗ്രത നല്ലതാണ്. ഒരു മാസ്ക് വെച്ചാൽ ജീവൻ കുറേ കൂടി കാലം നീണ്ടു നിൽക്കും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇനി കോവിഡ് ബാധിച്ച് മരിച്ചാൽ നഷ്ടപരിഹാരം കിട്ടത്തുമില്ല. നഷ്ടം കുടുംബത്തിന് മാത്രമാണ്. അപ്പോൾ ജാഗ്രത മതി, ഭയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.